ഇന്ന് ഞാൻ എറണാകുളം ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി ഞാൻ എറണാകുളം ജെട്ടിയിൽ പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് വെറും 10 രൂപ. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 6 രൂപയ്ക്ക് പോകുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വില കുറഞ്ഞ കാര്യമാണ്. ഒരു കാഴ്ച ബോട്ട് ആകുന്നതിനു പകരം ജോലിക്ക് പോകുന്നവർക്ക് ഇത് ഒരു കാൽനട യാത്രയാണ്. നിങ്ങൾ നേരത്തെ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് വേഗത്തിൽ നിറയും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ വരികളിലാണ് ടിക്കറ്റുകൾ വാങ്ങുന്നത്. അതിനാൽ ഉറപ്പാക്കുക. ശരി, നിങ്ങൾ ഒരു തെറ്റ് ചെയ്ത് ക്യൂവിൽ നിന്നാൽ അവർ നിങ്ങളോട് മറിച്ചാണ് പറയുന്നത്. കൊച്ചിയിൽ ധാരാളം ദയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എറണാകുളത്തിനും ഫോർട്ട് കൊച്ചിക്കും ഇടയിലുള്ള ഒരു കിടിലൻ ഷോർട്ട് കട്ട് തെക്കോട്ടുള്ള വളരെ ദൈർഘ്യമേറിയ പാലം റൂട്ടിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നു. വെറും 6 രൂപയ്ക്ക് വളരെ വില കുറഞ്ഞതും സുഖപ്രദമായ സീറ്റുകളും ചുറ്റുമുള്ള വലിയ ജനാലകളിൽ നിന്ന് മനോഹരമായ കാഴ്ചകളുമുള്ള നല്ല ആധുനിക ഫെറികൾ ഉച്ചതിരിഞ്ഞ് നന്നായി ഉപയോഗിച്ചു. പക്ഷേ അത്ര തിരക്കില്ലായിരുന്നു. ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഒരു ടുക്ടുക് നിങ്ങളെ 100 രൂപയ്ക്ക് ഏകദേശം 10 മിനിറ്റിനുള്ളിൽ എല്ലാ പ്രധാന സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. 200 രൂപയുടെ കാഴ്ച ഓഫർ മാന്യമായി നിരസിക്കുക. അത് നിങ്ങളുടെ ഡ്രൈവർക്ക് കമ്മീഷൻ നൽകുന്ന സുവനീർ ഷോപ്പുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എറണാകുളത്തു നിന്നുള്ള ഫെറി സുഭാഷ് പാർക്കിന് വടക്ക് ഭാഗത്തേക്ക് പുറപ്പെടുന്നു. 20 മിനിറ്റിന് ശേഷം ഫോർട്ട് കൊച്ചിയിൽ കൽവത്തി ജെട്ടിയിൽ എത്തിച്ചേരുന്നു. നഗരത്തിന്റെ ചരിത്രപരമായ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ നടത്തം മാത്രം അകലെയാണിത്. പഴയ ഫാഷനബിൾ ബോട്ട് എനിക്ക് സുഖകരമായി തോന്നി. ഇരുവശത്തും ജനാലകൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് അഴിമുഖത്തിന് കുറുകെയുള്ള കാഴ്ച ആസ്വദിക്കാം. സാധാരണയായി ഒരു കാറ്റ് ഉണ്ടാകും, അതിനാൽ നിങ്ങൾക്ക് അധികം ചൂട് അനുഭവപ്പെടില്ല. ചില സമയങ്ങളിൽ ബോട്ടുകൾ മാറ്റേണ്ടി വരും. പ്രത്യേകിച്ച് എഞ്ചിനുകളിൽ നിന്നുള്ള കട്ടിയുള്ള പുക ഒരു ആശങ്കയാണ്. എറണാകുളത്ത് നിന്നുള്ള ആദ്യ ബോട്ട് രാവിലെ 6 മണിക്കും അവസാനത്തേത് രാത്രി 21:10-നും രാത്രി 9:10. വൺ വേ ടിക്കറ്റിന് 6 രൂപ വിലയുണ്ട്. കൗണ്ടറിൽ കയറുന്നതിന് മുമ്പ് വാങ്ങണം. യാത്രയ്ക്ക് 20 മിനിറ്റ് എടുക്കും. വില്ലിംഗ്ടൺ ദ്വീപിൽ ഒരു ചെറിയ സ്റ്റോപ്പും ഉൾപ്പെടുന്നു. എനിക്ക് ഈ അനുഭവം വളരെ ശരാശരിയായിരുന്നു, കാരണം ഞാൻ ധാരാളം ആധുനിക ഫെറികളുള്ള ഒരു രാജ്യമായ നെതർലൻഡ്സിൽ നിന്നാണ്. തികച്ചും വ്യത്യസ്തവും തികച്ചും പുതിയതുമായ ഒരു അനുഭവം. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള യാത്ര ആസ്വദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് ചെലവഴിച്ച സമയത്തിന് തീർച്ചയായും വിലമതിക്കുന്നതായിരുന്നു. വളരെ രസകരമായ ഒരു കാര്യം വഴിയിലെ സ്റ്റോപ്പുകളിൽ നിന്ന് പ്രാദേശിക യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായിരുന്നു. വെറും 6 രൂപ മാത്രം വിലയുള്ള ഒരു വൺ വേ ടിക്കറ്റിനൊപ്പം നഗരത്തിൽ സഞ്ചരിക്കാൻ ന്യായമായതും സമയം ലാഭിക്കുന്നതുമായ ഒരു മോഡ് ഇത് നാട്ടുകാർക്ക് നൽകുന്നു. എന്നിരുന്നാലും ഇത് ഒരുപോലെ രസകരവും സന്ദർശകർക്ക് ഒരു ആകർഷണവുമാണ്, കൂടാതെ വളരെ കുറഞ്ഞ വിലയിൽ ഒരു സന്തോഷ യാത്ര പോലെ ആസ്വാദ്യകരവുമാണ്. യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ ചരിത്രവും സുഗന്ധദ്രവ്യ വ്യാപാരത്തിനുള്ള ഒരു കവാടമായി കൊച്ചി രൂപപ്പെട്ടതും ഉൾക്കൊള്ളുന്ന ഇടുങ്ങിയ പാതകളുള്ള ഒരു ചെറിയ ദ്വീപ്. പള്ളികൾ, പഴയ ചൈനീസ് മത്സ്യബന്ധന വലകൾ, പുരാതന വസ്തുക്കൾ, വിന്റേജ് ശേഖരണ വസ്തുക്കൾ, കേരളീയ കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പഴയ ജൂത പട്ടണം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഇവിടെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം മറൈൻ ഡ്രൈവ് ജെട്ടിയിൽ നിന്ന് ഫെറി സവാരി നടത്തുക എന്നതാണ്. യാത്രാമധ്യേ 15 മിനിറ്റ് യാത്രയ്ക്ക് 6 രൂപ ഈടാക്കും. ആകർഷണങ്ങൾ കാണാൻ ഒരു ലോക്കൽ ടുക്ടുക് റിക്ഷയിൽ പോകുക. ഇത് 1+2 മണിക്കൂറിനുള്ളിൽ ചെയ്യാം. പക്ഷേ അമിത നിരക്ക് ഈടാക്കുന്ന സ്ഥലങ്ങളിൽ ഷോപ്പിംഗ് നടത്താൻ വിനോദസഞ്ചാരികളെ നിർബന്ധിക്കുന്ന ഈ ഡ്രൈവർമാരെ സൂക്ഷിക്കുക. ഡ്രൈവർമാർ അത് ഒഴിവാക്കുന്നു. മൊത്തത്തിൽ ഔട്ട്ഡോർ കഫേകൾ, ഭക്ഷണശാലകൾ, പൈതൃക കെട്ടിടങ്ങൾ എന്നിവയുള്ള ഒരു വിശ്രമസ്ഥലം. യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ ചരിത്രവും സുഗന്ധദ്രവ്യ വ്യാപാരത്തിനുള്ള ഒരു കവാടമായി കൊച്ചി രൂപപ്പെട്ടതും ഉൾക്കൊള്ളുന്ന ഇടുങ്ങിയ പാതകളുള്ള ഒരു ചെറിയ ദ്വീപ്. പള്ളികൾ, പഴയ ചൈനീസ് മത്സ്യബന്ധന വലകൾ, പുരാതന വസ്തുക്കൾ, വിന്റേജ് ശേഖരണ വസ്തുക്കൾ, കേരളീയ കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പഴയ ജൂത പട്ടണം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഇവിടെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം മറൈൻ ഡ്രൈവ് ജെട്ടിയിൽ നിന്ന് ഫെറി സവാരി നടത്തുക എന്നതാണ്. യാത്രാമധ്യേ 15 മിനിറ്റ് യാത്രയ്ക്ക് 6 രൂപ ഈടാക്കും. ആകർഷണങ്ങൾ കാണാൻ ഒരു ലോക്കൽ ടുക്ടുക് റിക്ഷയിൽ പോകുക. ഇത് 1+2 മണിക്കൂറിനുള്ളിൽ ചെയ്യാം. പക്ഷേ അമിത നിരക്ക് ഈടാക്കുന്ന സ്ഥലങ്ങളിൽ ഷോപ്പിംഗ് നടത്താൻ വിനോദസഞ്ചാരികളെ നിർബന്ധിക്കുന്ന ഈ ഡ്രൈവർമാരെ സൂക്ഷിക്കുക. ഡ്രൈവർമാർ അത് ഒഴിവാക്കുന്നു. മൊത്തത്തിൽ ഔട്ട്ഡോർ കഫേകൾ, ഭക്ഷണശാലകൾ, പൈതൃക കെട്ടിടങ്ങൾ എന്നിവയുള്ള ഒരു വിശ്രമസ്ഥലം. ആബിസ് കൊച്ചി സിറ്റി സെന്ററിൽ നിന്ന് എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് ഞാനും എൻ്റെ സഹോദരിയും നടന്നു. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ 20 മിനിറ്റ് പോലും എടുത്തില്ല. രാവിലെയുള്ള തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം 3 മണിയോടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ജെട്ടി മിക്കവാറും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു.
ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഞങ്ങളുടെ ഫെറി സാധാരണ പബ്ലിക് ഫെറി ആയിരുന്നില്ല, അത് വളരെ പുതിയതായിരുന്നു. ഒരാൾക്ക് ഒരു വഴിക്ക് 10 രൂപ ചിലവായി. മനോഹരമായ ഫോർട്ട് കൊച്ചിയിലെത്താൻ ഞങ്ങൾക്ക് 15 മിനിറ്റിൽ താഴെ സമയമെടുത്തു. അവിടെ 500 രൂപയ്ക്ക് 2 മണിക്കൂർ ചുറ്റി സഞ്ചരിക്കാൻ ഞങ്ങൾ ഒരു ടുക്ടുക്ക് ഓട്ടോ ഏർപ്പെട്ടു. ഞങ്ങളുടെ ടുക്ടുക്ക് ഡ്രൈവറുമായി ഞങ്ങൾക്ക് ഒരു മികച്ച സമയം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു അവലോകനം എഴുതാം. ഒടുവിൽ രാത്രി 8 മണിക്ക് ഫോർട്ട് കൊച്ചി ജെട്ടിയിൽ തിരിച്ചെത്തി. ഇത്തവണ ഒരാൾക്ക് 4 രൂപയ്ക്ക് സാധാരണ പബ്ലിക് ഫെറിയിൽ കയറി. ഞങ്ങൾ അബിസ് ഹോട്ടലിലേക്ക് തിരികെ നടന്നു. വഴിയിൽ ഒരു ചെറിയ ഐസ്ക്രീം കടയിൽ നിർത്തി ഷേക്ക്, ജ്യൂസ്, കുൽഫി, ഫലൂദ എന്നിവ ആസ്വദിച്ചു. ചൂടും ഈർപ്പവും ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ദിവസം നന്നായി ചെലവഴിച്ചു.